വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും ഈ നിയമപരിഹാരം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഭേദഗതി നിയമമായി കഴിഞ്ഞാൽ മുനമ്പംകാർ ഒരു പേടിയും പേടിക്കേണ്ട, ഇതൊരു ഒറ്റമൂലിയാണ് എന്ന പ്രചാരണമായിരുന്നു അടിമുടി BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ദേശീയ തലത്തിലായാലും ഇവിടെ കേരളത്തിലായാലും. പക്ഷേ ഇതൊരു ഒറ്റമൂലിയല്ല എന്നുള്ളത് ഇപ്പോൾ മുനമ്പക്കാർക്കും ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ നടക്കുന്ന ചർച്ചയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും. മുൻകാല പ്രാബല്യം ഉണ്ട് എങ്കിൽ സെക്ഷൻ 2 വന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഒരു ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഫറൂഖ് കോളേജ് നൽകിയ ഭൂമി അതൊരിക്കലും ഒരു ട്രസ്റ്റിന്റെ ഭൂമി വഖഫിന്റേതായി കണക്കാക്കാൻ കഴിയില്ല. സെക്ഷൻ 2 ഇപ്പോൾ വന്ന ഭേദഗതി പ്രകാരം അങ്ങനെയായി കഴിയുമ്പോൾ ഫറൂഖ് കോളേജിന്റെ ഭൂമി വഖഫ് ഭൂമിയുടെ പരിധിയിൽ വരില്ല. സ്വാഭാവികമായും ഈ കേസിലുള്ള പിന്നെ ഉടമ അവകാശ തർക്കം അത് സാധാരണ സിവിൽ നിയമങ്ങളുടെ ഭാഗമായി മറ്റു കോടതികളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അതുവഴി റവന്യൂ അധികാരങ്ങൾ കിട്ടുന്ന നിലയിലേക്കുള്ള ഒരു പരിഹാരം നിയമപരമായി മുനമ്പത്തുകാർക്കുണ്ടാകും എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്ന കാര്യം. പക്ഷേ അതിനകത്ത് നിയമവിദഗ്ധൻ കൂടിയായിട്ടുള്ള ലീഗ് പ്രതിനിധി കൂടിയായിട്ടുള്ള മുഹമ്മദ് ഷാ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അങ്ങനെ വേഗത്തിൽ അല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി പരിഹരിക്കാൻ കഴിയുന്ന ഒന്നായി ഈ നിയമം വ്യാഖ്യാനിക്കുന്നില്ല, അല്ലെങ്കിൽ നിയമം വായിച്ചു നോക്കിയാൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭേദഗതിയെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. സത്യത്തിൽ ഈ ഭേദഗതി അടക്കം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി നിങ്ങളും മുനമ്പത്തുകാരെ പറ്റിക്കുകയായിരുന്നു. റാഷിദെ, ഈ മുനമ്പത്തുകാരെ പൊട്ടന്മാരല്ല, അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണ്. ഞാൻ അവരിൽ പലരുടെയും സംസാരം കേട്ടു, 1-2 ആളുമായി നേരിട്ട് സംസാരിച്ചു. അവർ ഒരു അഭിപ്രായം പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല. കേരള ഹൈക്കോടതിയിലെ പ്രഗത്ഭരായ അഭിഭാഷകരുമായി സംസാരിച്ചിട്ടുണ്ട് അവർ. ഈ നിയമം ഉണ്ടാക്കിയതിന് ശേഷം, ഈ നിയമം ആദ്യം അവതരിപ്പിച്ചതിന് ശേഷം, JPCക്ക് വിട്ടതിന് ശേഷം, നിയമം പാസ്സാക്കിയതിന് ശേഷം, ഇപ്പം 3-4 ദിവസമായല്ലോ പാസ്സാക്കിയിട്ട്, കേരള ഹൈക്കോടതിയിലെ അതിപ്രഗത്ഭന്മാരായ അഭിഭാഷകരായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. അവരെ ഞാനോ നിങ്ങളോ ഈ ഇരിക്കുന്ന പാനൽ ഗസ്റ്റുകളൊന്നും പറഞ്ഞ് കാര്യം പഠിപ്പിക്കണ്ട. മനസ്സിലായല്ലോ? അത്ര അങ്ങോട്ട് നിസ്സാരമായിട്ട് കാണല്ല അവരെ, കേട്ടോ. അങ്ങനെ കണ്ടതിന്റെ ഗുണം അപ്പൊ അനുഭവിക്കുന്നത്. ശ്രീ പത്മനാഭൻ നിസ്സാരമായി കാണരുത് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അടിസ്ഥാനപരമായി ഇത്രയും കാലം ഒരു നിയമവ്യവഹാരത്തിന്റെ മുകളിൽ കിടന്ന് അനുഭവിച്ചവരല്ലേ, അപ്പൊ അവർ ആരാലും വഞ്ചിക്കപ്പെടരുത് എന്നാണ് പറഞ്ഞത്. ആരാണ് അവരെ നിസ്സാരമായി കാണുന്നത്? അതെ, താങ്കളുടെ അവരോടുള്ള കരുതൽ വളരെ നല്ലതാണ്, ഞാൻ അഭിനന്ദിക്കുന്നു. റാഷിദെ, ഇതിപ്പോ ഒരു നിയമം വ്യാഖ്യാനിക്കേണ്ട കോടതിയല്ല. അത് അംഗീകരിച്ചും കൊണ്ട് തന്നെ ഞാൻ പറയാം, 10-32 കൊല്ലമായി വക്കീൽ പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. എന്റെ അറിവിനെ നിങ്ങൾ ചോദ്യം ചെയ്തോളൂ, എനിക്ക് അതിൽ ഒരു പരാതിയില്ല. എന്റെ അറിവിനെയും എന്റെ ജ്ഞാനത്തെയും ഈ നിയമം മനസ്സിലാക്കാനുള്ള എന്റെ കഴിവിനെയും നിങ്ങൾ ചോദ്യം ചെയ്തോളൂ, എനിക്ക് ഒരു വിഷമവുമില്ല. ഈ നിയമത്തിന്റെ ഈ 2A സെക്ഷന്റെ പച്ച മലയാളം, ഈ രാജ്യത്ത് സ്ഥാപിതമായ ഏതെങ്കിലും ഒരു ട്രസ്റ്റ്, പേരെന്തോ ആവട്ടെ, അത് ഈ നിയമം വരുന്നതിന് മുമ്പോ ശേഷമോ സ്ഥാപിതമായ ട്രസ്റ്റോ അല്ലെങ്കിൽ ധർമ്മസ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമപ്രകാരമുള്ള പൊതുധർമ്മമോ ഒരു മുസ്ലിം നടത്തിയാൽ ആ നടത്തിയതിന് ഈ നിയമം ബാധകമല്ല, ഒരു കോടതി വിധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതായത് ഏത് കോടതിയുടെ വിധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ഒരു കോടതി വിധിയില്ല, ഒരു ഇന്ത്യ രാജ്യത്തെ ഒരു പറഞ്ഞോട്ടെ, മുഴുവൻ നിങ്ങൾ ആവേശം കൊള്ളണ്ട. ഞാൻ പറഞ്ഞോട്ടെ, ആവേശം കൊള്ളണ്ട. ഈ ആവേശമാണ് പ്രശ്നം. പറഞ്ഞോട്ടെ, എന്നെ മുഴുമിക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് പറയുന്നത്. ഈ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പോ ശേഷമോ സ്ഥാപിതമായ, ബിഫോർ ഓർ ആഫ്റ്റർ ദിസ് ആക്ട് നിൽക്കട്ടെ, എന്താ സംഭവിച്ചത്? വഖഫ് നിയമത്തിന്റെ പരിധി എടുത്തു കളഞ്ഞു. ഇനി കുഴപ്പമുണ്ടാവുകയും ഒരു കോടതി വിധി വന്നിട്ട് ഇത് വഖഫാണെന്ന് പ്രഖ്യാപിച്ചിട്ട് സ്റ്റേ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു കോടതി വിധി വന്നിട്ടില്ല. ട്രൈബ്യൂണൽ, ഫസ്റ്റ് കോടതി ട്രൈബ്യൂണലാ. ഇപ്പൊ ഞങ്ങൾ 1-ാം പ്രതിയാന്ന് പറഞ്ഞല്ലോ ജിൻഡോ, നിങ്ങളാണ് 1-ാം പ്രതി. അപ്പീൽ അവകാശം എടുത്തു കളഞ്ഞ 95-ലെ നിയമം പാസാക്കിയ നിങ്ങളാണ് 1-ാം പ്രതി, അല്ലേ? ഏക പ്രതി. ഈ കേസിൽ ഒരു പ്രതിയുള്ളത് നിങ്ങളാ. ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് 95-ലെ നിയമ, 2013-ലെ അപ്പീൽ എടുത്തു കളയാനുള്ള ആക്ടും ആ ഭേദഗതി, നിങ്ങൾ ഒറ്റ പ്രതിയുള്ളൂ ഇതിന്റെ അകത്ത്. ബാക്കിയുള്ളവരൊക്കെ ഇതിന്റെ ബലിയാടുകളാ. അപ്പോ പിന്നെ CPM-കാർ വെറുതെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി അത് ചുമന്നു. അവർക്ക് ഈ നിയമം, ഞാൻ ചോദിക്കട്ടെ, ആ ജോസ് കെ മാണി 50-50 അല്ലേ പറഞ്ഞത് രാജ്യസഭയിൽ? ഈ ചില വകുപ്പുകളെ ഞാൻ അംഗീകരിക്കുന്നു, ചില വകുപ്പുകളിൽ എനിക്ക് വിരോധമുണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ നിയമത്തെ മുഴുവനായിട്ടും പറയട്ടെ. അതെ, അനുകൂലിച്ചു. സത്യമല്ലേ 50-50 എന്ന് പറഞ്ഞത്? ഞാൻ വെറുതെ 50-50 എന്ന് പറഞ്ഞത് അത്ര പോലും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തില്ല. എന്തിനാ നിങ്ങൾ കോൺഗ്രസ്സുകാർ 95-ൽ പാസ്സാക്കിയ കിരാത നിയമത്തെ ചുമക്കാൻ പോയത്? എന്തിനാ പോയത് കമ്മ്യൂണിസ്റ്റുകാർ? അപ്പോൾ ഇത് വഖഫ് അല്ലാണ്ടായി എന്ന് നിയമം പറയുമ്പോൾ ഒരു കോടതി വിധിയോ സ്റ്റേയോ ഉണ്ടോ? ഇവിടെ ഒരു കോടതി വിധിയോ സ്റ്റേയോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു. ഒരു കോടതി വിധിയില്ല.
ട്രൈബ്യൂണലിന് മുമ്പാകെ അപ്പൊ എനിക്കൊരു സംശയം, അതെനിക്ക് മനസ്സിലായി. താങ്കൾ പറയുന്നു മുൻകാല പ്രാബല്യമുണ്ട്, സംഗതി ശരിയാണ്. അപ്പൊ എനിക്കൊരു സംശയമുള്ളത് ശ്രീ പത്മനാഭൻ, അപ്പൊ ഈ ഇതിനകത്ത് ഉടമസ്ഥാവകാശം അവകാശപ്പെട്ട് ഫറൂഖ് കോളേജ് വീണ്ടും പുറത്ത് സിവിൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ എന്ത് സംഭവിക്കും? ഉടനടി പരിഹാരം ഉണ്ടാവുമോ? ഫറൂഖ് കോളേജ് കേസിന് പോയത് എന്ത് പറഞ്ഞിട്ട് അറിയോ? ഇത് വഖഫല്ല, ഞങ്ങൾക്ക് വിൽക്കാൻ അധികാരമുള്ള ഭൂമിയാണ്, ഞങ്ങളെ വിൽപ്പന ശരിയാണെന്ന് പറഞ്ഞിട്ടാ. ഫറൂഖ് കോളേജ് വേണ്ട. അവരുടെ നിലപാട് അനുകൂലമല്ലേ? ഇത് തുടങ്ങിയത് ഇബ്രാഹിം സേഠിന്റെ മക്കളുടെ സ്വത്തിന്റെ, അവരാണല്ലോ അതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രോപ്പർട്ടി അത് വന്നത്. ഇബ്രാഹിം സേഠ് ഫറൂഖ് കോളേജിന് 1950 നൽകിയതാണ് സംഗതി. അവരതിൽ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് കോടതി പോയാലോ? ശരി അംഗീകരിച്ചു. യെസ് ഞാൻ താങ്കൾക്കൊരു വസ്തു ദാനം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, ഞാൻ താങ്കൾക്ക് എന്റെ വസ്തു ദാനം ചെയ്യുന്നു, താങ്കൾ അത് വേറൊരാൾക്ക് വിൽക്കുന്നു. നാളെ ഞാൻ അങ്ങനെ വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ഒരു സിവിൽ കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വരണ്ടേ? കിട്ടുമോ? ഞാൻ എന്റെ ഇഷ്ടപ്രകാരം താങ്കൾക്ക് ദാനം ചെയ്ത വസ്തു ഞാനോ എന്റെ പിന്തുടർച്ചക്കാരോ താങ്കളത് നാളെ വില വാങ്ങി, ബോണഫൈഡ് പർച്ചേസർ, അങ്ങനെ ഒരു വാക്കുണ്ട് നിയമത്തിൽ, ബോണഫൈഡ് പർച്ചേസർ. ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഈ ദാനത്തിനകത്ത് ഒരു വ്യവസ്ഥയുണ്ട് എന്നുള്ളതാണല്ലോ ശ്രീ പത്മനാഭൻ താങ്കൾക്കുമുള്ള അറിവ്. വിദ്യാഭ്യാസ മതപരമായ ആവശ്യത്തിന് ഉപയോഗിച്ചില്ല എങ്കിൽ ഈ സ്വത്ത് അനന്തരാവകാശികൾക്ക് അവകാശപ്പെട്ടത് എന്ന് ഇബ്രാഹിം സേഠ് എഴുതി വെച്ചിട്ടില്ലേ? അപ്പോഴോ ഇതിനകത്ത് നിയമപരമായ കോംപ്ലിക്കേഷൻ തീരുന്നുണ്ടോ എന്നുള്ളതാണ് ലളിതമായി ഞാൻ ചോദിക്കുന്നത്. അതെ, അല്ല, ഞങ്ങളുടെ സ്റ്റേ ഉണ്ടോ റാഷിദേ? ഈസ് ദേർ എനി സ്റ്റേ? സ്റ്റേ ചെയ്തിട്ടുണ്ടോ ഈ നിമിഷം വരെ? ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ സ്റ്റേ മനസ്സിലായി. അവര് സിവിൽ കോടതിയിൽ പോയി ഒരു സ്റ്റേ വാങ്ങിയാലല്ലേ ഭൂമിയുടെ പേരിലുള്ള നിയമ പോരാട്ടം എത്ര കാലം നീണ്ടുപോകും എന്നവർക്ക് സമ്പൂർണ്ണമായി സ്വന്തമായി അത് കിട്ടും എന്നുള്ള സംശയം ഇവിടെ ഇപ്പോഴും ഈ നിയമം നമ്മുടെ മുമ്പിൽ പ്രാബല്യത്തിലായി നിൽക്കുമ്പോഴും ബാക്കിയാകുന്നു. അതിൽ വ്യക്തതയില്ല ബിജെപിക്ക്. അതൊക്കെ നടക്കും എന്നാണ് താങ്കളും പറയുന്നത്. പറഞ്ഞോട്ടെ ഭാവിയിൽ ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും നിയമപ്രകാരം ഏതെങ്കിലും കോടതിയിൽ കൊടുക്കാൻ പോകുന്ന കേസ് ചർച്ച ചെയ്യണ്ട. നിയമപ്രകാരം ഇപ്പോൾ പാസാക്കിയ പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നിലവിലുള്ള അവകാശ തർക്കത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ആരെങ്കിലും ഏതെങ്കിലും ഭാവിയിലുള്ള കാര്യമല്ല പറഞ്ഞത്. ഇതിൽ വന്ന് ചേരാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനെ കുറിച്ച്, ഒരു സങ്കീർണതയെ പറ്റിയാണ് ചോദിച്ചത്. അത് മുനമ്പത്തുകാരെ ബാധിക്കില്ലേ എന്നാണ് ചോദിച്ചത്. ബിജെപിക്ക് ഉത്തരമുണ്ടോ എന്നുള്ളതായിരുന്നു. ഞാൻ ശരി, വേഗത്തിൽ കേട്ടോളൂ. ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ഇത് വഖഫല്ലാണ്ടായി. ശനിയാഴ്ച വൈകുന്നേരം ഗസറ്റ് നോട്ടിഫിക്കേഷൻ അതാണ് ബിജെപിയുടെ വിശദീകരണം.